ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുഞ്ഞോള് പ്രസവിച്ച് 10 ദിവസമൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ താഴത്തെ തൊഴുത്തിൽ നിന്ന് മുകളിലേക്ക് മാറ്റി കെട്ടുകയാണ്. മുകളിലാകുമ്പോൾ എപ്പോഴും കുടിവെള്ളമൊക്കെ ഉണ്ട്. നമ്മളല്ലെങ്കിൽ ഇപ്പോൾ ഇത് കൊണ്ടുവച്ച് കൊടുത്താൽ വൈകിട്ടൊക്കെ അവർ തട്ടിക്കളഞ്ഞ് നേരം വെളുക്കുമ്പോഴേക്കും വെള്ളം ദാഹിക്കും. പശു പ്രസവിച്ച് കഴിഞ്ഞാൽ പാലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് വെള്ളം കുടിക്കണം എപ്പോഴും. അപ്പോൾ അതേ മൂരിക്കൂട്ടനെ കൊണ്ട് തോറ്റു. അവനെ പുറത്തേക്ക് വന്നാൽ എപ്പോഴും മണ്ണ് തിന്നുകൊണ്ടിരിക്കും. എപ്പോഴും കെട്ടിയിടണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്ന് അഴിച്ചു വിട്ടാൽ മുറ്റത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ മണ്ണ് തിന്നലാണ് പണി. മണ്ണ് തിന്ന ഉടനടി വയറിളക്കൊക്കെ വരും, പിന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴും കെട്ടിയിടും. കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് വരമരുന്നൊക്കെ കൊടുത്ത് 15 ദിവസം കഴിഞ്ഞാലാണ് നമ്മൾ വരമരുന്ന് കുട്ടികൾക്ക് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത്തിരി മണ്ണ് തിന്നലൊക്കെ കുറയും. അപ്പോഴാണ് പുറത്തേക്കൊക്കെ ഒന്ന് അഴിച്ച് കെട്ടാൻ പറ്റുക. അപ്പോൾ കുഞ്ഞോള് നിന്ന ഭാഗത്തേക്ക് നമ്മൾ വലിയോളെ ഇറക്കി കെട്ടി. വലിയോളും ദേവുട്ടിയാണ് ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യമായിട്ട് പ്രസവിക്കും, രണ്ടാളും കൂടി. അപ്പോൾ കുഞ്ഞോള് ഭാഗ്യം കൊണ്ട് പ്രസവവും അതൊക്കെ ശരിയായി. പക്ഷേ പാലങ്ങോട്ട് ശരിയായി വന്നില്ല. ഒരാഴ്ച മുൻപ് പ്രസവിച്ചത് കൊണ്ടാവും പാല് ശരിയാവാൻ കുറച്ച് സമയം എടുത്തു. ഇപ്പോഴും പാലങ്ങോട്ട് പഴയ അവിടേക്ക് എത്തിയിട്ടില്ല. പിന്നെ പാല് പിരിയുക, അങ്ങനെ കുറച്ച് ടെൻഷനിലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒക്കെ വലിയ കുഴപ്പമില്ലാണ്ട് ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മുകളിൽ കയറ്റിയിട്ടുണ്ട്. മുകളിൽ കയറ്റി ഫാനൊക്കെ ഇട്ട് കൊടുത്ത്, താഴത്തെ തൊഴുത്തിൽ ഫാനൊന്നുമില്ല. അപ്പോൾ ചൂടിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ. അപ്പോൾ മുകളിൽ കയറി അമ്മയും മോളെയും അടുത്തടുത്തൊക്കെ കെട്ടി. കിങ്ങിണി മോളും കുഞ്ഞോളും തൊട്ടടുത്തടുത്തൊക്കെ വന്നു. അപ്പോൾ അവർ സ്നേഹം കൂടി ആദ്യം, പിന്നെ കുത്താനൊക്കെ നോക്കുന്നുണ്ട്. എന്നാലും കുറച്ച് സമയം കഴിയുമ്പോൾ അതൊക്കെ ഓക്കെ ആവും. അമ്മയും മോളല്ലേ. അപ്പോൾ അങ്ങനെ പിന്നെ താഴത്ത് തൊഴുത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ മാറ്റൊക്കെ മേടിച്ച് പുതുതായിട്ട്. ഇനി 3 പശുക്കളും കൂടി പ്രസവിക്കാനുണ്ട്. അപ്പോൾ അവരുടെ കുട്ടികളെ കെട്ടാനായിട്ട് സിമെൻ്റ് ഇട്ട സ്ഥലത്ത് അവരൊക്കെ വഴുക്കി വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ പശുക്കൾക്ക് നിൽക്കാനായിട്ട് വില കൂടിയ വലിയ ലോക്കൊക്കെ ഉള്ള മാറ്റാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഹരിതയുടെ. ഇപ്പോൾ നമ്മൾ സാധാ ലോക്കൊന്നും ഇല്ലാത്ത സാധാ മാറ്റാണ് വാങ്ങിയത്. എന്നാലും സുന്ദരിക്കുട്ടിക്കൊക്കെ ഭയങ്കര സന്തോഷമായി. പുതിയ മാറ്റിലൊക്കെ അവൾ കയ്യും കാലൊക്കെ നിർത്തി വെച്ച് കിടക്കുകയാണ്. നമ്മൾ അഴിച്ചിടണതല്ലല്ലോ. അപ്പോൾ അവരുടെ കിടപ്പൊന്നും 24 മണിക്കൂറും അവർക്ക് കിടക്കാനും നിൽക്കാനൊക്കെയുള്ള സ്ഥലങ്ങൾ അവരുടെ സൗകര്യത്തിന് മാറ്റൊക്കെ മേടിച്ച് പൈസ ചിലവായാലും അവരുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം. അപ്പോൾ 3 മാറ്റ് വാങ്ങി. ഇനി 2 മാറ്റും കൂടി ആയാലാണ് ആ സ്ഥലം മുഴുവൻ ഫില്ലാവുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.